Hello BBA HRM students, how are you? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കണോ? Be safe, okay? And take care of your health as well as your family, okay? എന്തായാലും നമ്മളിപ്പം ഇങ്ങനെ ഒരു ഓൺലൈൻ സെഷൻ 1 വീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളതിലേക്ക് കുറച്ച് യൂസ്ഡായി അല്ലേ? ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റ് ദാറ്റ് ഈസ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ നമ്മൾ ഓൾറെഡി 2 സെഷൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ 3ാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പം നിങ്ങളത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്ക്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു 3ാമത്തെ സെഷനും തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 2 സെഷനിൽ നമ്മൾ പ്രൊഫഷണലിസത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്താണ് പ്രൊഫഷണലിസം ഫസ്റ്റ് സെഷനിൽ നമ്മൾ കണ്ടിരുന്നു. ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ പ്രൊഫഷണലിസം ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ നല്ല ഒരു ഗുഡ് പ്രൊഫഷണലിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ സെഷൻ 1 കണ്ടിരുന്നു. സെഷൻ 2 നമ്മൾ കണ്ടത് പ്രൊഫഷണലിസം ബിസിനസ്സിൽ എങ്ങനെയാണ് സഹായിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പ്രൊഫഷണലിസം നമുക്ക് വേണ്ട ബിസിനസ്സിൽ പ്രൊഫഷണലിസത്തിന് വേണ്ട സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സെക്കൻഡ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ തേർഡ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പ്രൊഫഷണലിസത്തിൽ, ബിസിനസ്സിന് ആസ്പദമാക്കിയിട്ടുള്ള പ്രൊഫഷണലിസത്തിൽ നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഫഷണൽ പ്രസൻറ്റേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ സെഷൻ നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? ഓക്കെ, അപ്പം ആദ്യം വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലിസത്തിൽ നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യം എന്താണ്? ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ സ്പോക്കൺ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എത്ര നല്ല പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്യുന്നുവോ അതനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ അത് പ്രോപ്പറായിട്ട് കേൾക്കുകയും പ്രോപ്പറായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഫർമേഷൻ അത് നമ്മൾ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പീച്ചായിട്ടോ റെൻഡർ ചെയ്യുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവർ കേൾക്കണം. അത് ശരിയായിട്ടുള്ള രീതിയിൽ അവരത് വിശകലനം ചെയ്യണം. അപ്പം നമ്മൾ ആ കമ്മ്യൂണിക്കേഷന് ക്വാളിറ്റി ഉണ്ടാവണം, പ്രൊഫഷണൽ ക്വാളിറ്റി ഉണ്ടാവണം. അത് ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രത്യേകിച്ചും നമ്മൾ ആ രീതിയിൽ നല്ല ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ, നല്ല ക്വാളിറ്റിയുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമാണ് ഉണ്ടാവുക. എംപ്ലോയീസും തമ്മിൽ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫോം ചെയ്യുന്നു. നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു അല്ലേ? ഇത് മാത്രമല്ല, എംപ്ലോയീസ് മൊത്തത്തിൽ ഒരു ജോബ് സെക്യൂരിറ്റി ഫീൽ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ശരിയായിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്, നമ്മുടെ ജോബ് സെക്യൂർഡ് ആണെന്നുള്ളൊരു ഫീലിംഗ് കൂടി അവിടെ അവർക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ആ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളാണ്. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ്സിലെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാനും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാനും. ഇതൊക്കെ നമ്മുടെ ബിഹേവിയർ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കണം ഇപ്പോഴേ തന്നെ. ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസാണ്, നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു വേ ഓഫ് റൈറ്റിംഗ് ഉണ്ട്. ആ ഒരു വേ ഓഫ് റൈറ്റിങ്ങിൽ പ്രൊഫഷണലായിട്ട് എഴുതാൻ നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, സ്പീച്ച്, അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് എത്ര കണ്ട് നന്നായിട്ട് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ട്രയൽ നടത്തുക ഇവിടെ. അല്ലാതെ എനിക്കിത് പറ്റില്ല, അയ്യോ ഞാനിത് ചെയ്താൽ ശരിയാവോ, അങ്ങനെ നമ്മൾ ഉൾവലിഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഓക്കെ,
സോ ഇതൊക്കെ നമ്മളുടെ സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇപ്പോഴേ എടുക്കേണ്ടതാണ്. അപ്പോഴേ നമുക്ക് നാളെ ഒരു വർക്ക് സിനാരിയോയിൽ പോകുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. സോ ഇത് നമ്മളെപ്പോഴും മനസ്സിരുത്തുക. നമുക്കൊരു സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ക്വാളിറ്റി കൊണ്ടുവരുന്നത്. ഓക്കെ, സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ബിസിനസ്സിൽ. ഓക്കെ, ഇനി നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ടെക്നിക്കൽസിലേക്ക് നമുക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്? അതിന് മുമ്പ് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടും ഉണ്ട്, റിട്ടേണും ഉണ്ട്, സ്പോക്കണും ഉണ്ട്. ഓക്കെ, സോ നമ്മൾ 4 രീതിയിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷനാണ് നടത്തുന്നത്. നോക്കൂ, നമ്മൾ 4 രീതിയിലുള്ള വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഒന്ന് ഇൻട്രാ പേഴ്സണൽ, സെക്കൻഡ് വൺ ഇൻ്റർപേഴ്സണൽ, തേർഡ് വൺ സ്മോൾ ഗ്രൂപ്പ്, ഫോർത്ത് വൺ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നോക്കൂ, ഇൻട്രാ പേഴ്സൺ, ഇൻട്രാ മീൻസ് വിത്തിൻ. നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാൻ പോണക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് പറയാം. അത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം അത് വളരെ പ്രൈവറ്റാണ്, റെസ്ട്രിക്റ്റഡ് ആണ്. വേറെ ആർക്കും ഇത് നമുക്ക് വേറെ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലേ? നമ്മളെപ്പോഴും കാണാറുണ്ടല്ലേ, ഒരു പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് പല സ്റ്റുഡൻസും പല കാൻഡിഡേറ്റ്സും അവർ സ്വയം ഉള്ളിൽ പറഞ്ഞു നോക്കും. അത് അവരുടെ ഒരു പ്രൈവസിയാണ്. സോ ദാറ്റ് അങ്ങനെ പറഞ്ഞു നോക്കുമ്പം അവർക്ക് എന്താണ്, അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടാവുക ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്കൊരു പ്രസൻറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പം ഫിലിംസിലൊക്കെ നമ്മൾ കാണാറില്ലേ ഡയലോഗ്സ്, അല്ലേ? വലിയ വലിയ ലെങ്തി ഡയലോഗ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്നിക്സൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേങ്കിലും വലിയ ലെങ്തി ഡയലോഗ്സൊക്കെ വരുമ്പോൾ അത് സ്വയം ഉള്ളിലൊന്ന് പറഞ്ഞു നോക്കും. ഇപ്പം നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റേജ് ഷോയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിൽ വരുന്ന ഡയലോഗ്സൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു നോക്കും. സോ ദാറ്റ് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എന്നിട്ട് നമ്മളത് പോയിട്ട് എനാക്ട് ചെയ്യും, ഇല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളുടെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്താം. അത് ചില കുട്ടികൾ ചെയ്യാറുണ്ട്. ഈവൻ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ, എത്ര പേര് അങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. പലപ്പോഴും എക്സാം എഴുതുമ്പോൾ അങ്ങ് എഴുതി പോവുക ചെയ്യുക എല്ലാവരും. പക്ഷെ ചില കുട്ടികളുണ്ട്, ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ എഴുതി കഴിയുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കും. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ടോ, എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും അതിൽ പോയിൻ്റ് വിട്ടുപോയിട്ടുണ്ടോ, അത് സ്വയം വിലയിരുത്തും. അത് എന്താണ്, ഇൻട്രാ പേഴ്സണലാണ്, അല്ലേ? നമ്മൾ റൈറ്റ് ചെയ്യുന്ന, നമ്മൾ റിട്ടേൺ ആയിട്ട് നമ്മൾ റെൻഡർ ചെയ്യുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻട്രാ പേഴ്സണലാണത്. നമ്മൾ എഴുതിയതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞു നോക്കും. അതും ഇൻട്രാ പേഴ്സണലാണ്. അപ്പോൾ അങ്ങനെ ഇൻട്രാ പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഫോം ചെയ്യാൻ. ഓക്കെ, ഇപ്പം ഒരു സ്ഥലത്ത് നമ്മൾ പോവാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത്, നമ്മൾ സ്വയം ഉള്ളിൽ നമ്മൾ ചെയ്യും. ഇത് മിക്കപ്പോഴും നിങ്ങൾ യങ്സ്റ്റേഴ്സിലൊക്കെ പലരും സിനിമയിലായാലും അല്ലെങ്കിൽ ഒക്കെ നമ്മൾ കാണാറുള്ള ഒരു ട്രെൻഡാണ്. ഒരു ലൈനെ കണ്ട് സംസാരിക്കാനായിട്ട് പോകുമ്പോഴൊക്കെ, ആദ്യമായിട്ട് കാണുമ്പോഴൊക്കെ അതിന് മുമ്പ് തന്നെ എന്താണ്, ഒരു ട്രയലൊക്കെ നടത്തും, അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട്, കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, അല്ലേ? ആ പെൺകുട്ടിയെ കാണുമ്പം എന്താ പറയേണ്ടത്, ആ എക്സ്പ്രഷൻസൊക്കെ ഒന്ന് ആക്ട് ചെയ്ത് നോക്കും, അല്ലേ? അപ്പോൾ എന്താണ്, ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുകയാണ്. സോ ദാറ്റ് നേരിട്ട് കാണുമ്പം ആ കോൺഫിഡൻസിലൂടെ ചിലർക്ക് പറയാൻ പറ്റും, ചിലർക്ക് ഒന്നും കിട്ടില്ല, ഫുള്ളി ബ്ലാങ്ക് ആവും. ആ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മുടെ പ്രൊഫഷണലിസത്തിൽ നമ്മൾ ഈ രീതിയിലൊരു ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ സ്വയം ഉള്ളിൽ അത് വായിച്ചു നോക്കുകയും അതുപോലെ സംസാരിച്ച് നോക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ഓക്കെ, സോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സെക്കൻഡ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, 1-to-1 കോൺവെർസേഷൻ എന്നൊക്കെ പറയാം. രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, ഞാൻ എന്ത് കേൾക്കുന്നു, ഞാൻ എന്ത് സംസാരിക്കുന്നു, ഞാൻ എവിടേക്കാണ് പോസ് കൊടുക്കുന്നത്,
ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എത്ര ഇഫക്റ്റീവായി ചിന്തിച്ച് അതിന് ഉചിതമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഞാൻ സംസാരിക്കുന്നു. അതൊക്കെ എന്താണ് നമ്മളുടെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന കാര്യങ്ങളാണ്, പ്രൊഫഷണലിസമായിട്ടുള്ള വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നു. അപ്പം ഓരോ ലെവലിൽ ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്വയം ഉള്ളിൽ സംസാരിച്ചു, ഇൻട്രാപേഴ്സണൽ, പിന്നെ ഇൻ്റർപേഴ്സണൽ 2 വ്യക്തികൾ തമ്മിൽ സംസാരിച്ചു, പിന്നെ സ്മോൾ ഗ്രൂപ്പ് അല്ലേ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ, ഒരു 10 പേര് 15 പേര് ഒന്നിച്ച് നിൽക്കുമ്പോൾ അവരായിട്ടുള്ള നമ്മുടെ സംസാരിക്കുന്ന രീതി അല്ലേ, ആ ഒരു ഗ്രൂപ്പിലുള്ളപ്പോഴുള്ള നമ്മൾ സംസാരം എല്ലാവരും ഉൾക്കൊള്ളിച്ച് വേണം സംസാരിക്കാൻ. ഒരാൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഗ്രൂപ്പിൽ സംസാരിച്ചാൽ അത് ഇഫക്റ്റീവ് ആവില്ല അല്ലേ. ഇപ്പം നിങ്ങളൊരു ഫ്രണ്ട്സ് സർക്കിൾ, ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ അത് ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫ്രണ്ട്സ് എന്തായി വിട്ടുപോകും, അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ഫ്രണ്ട്സിനെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ എല്ലാവർക്കും നമ്മളോടൊരു ശ്രദ്ധ വരും ഇല്ല. അപ്പോൾ സ്മോൾ ഗ്രൂപ്പിൽ നമ്മൾ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നതാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. ഒരു പൊതുവേദിയിൽ ഒരു വലിയ ഗ്രൂപ്പല്ല, ഒരു വലിയ പോപ്പുലേഷൻ്റെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ 10-60 പേരുണ്ട്, അവരുടെ മുമ്പിൽ നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുക, അതൊരു പബ്ലിക് കമ്മ്യൂണിക്കേഷനാണ്. ഒരു വേദിയിൽ, ഇപ്പോൾ കോളേജിൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു വലിയ വേദിയാണ്, അവിടെ കുറേയധികം ഓഡിയൻസ് ഉണ്ട്, ആ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അപ്പം നിങ്ങളുടെ ആ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഈ തലത്തിലൊക്കെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഇൻട്രാപേഴ്സണലായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം, ഇൻ്റർപേഴ്സണലായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം, സ്മോൾ ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം, ആൻഡ് പബ്ലിക് കമ്മ്യൂണിക്കേഷനും പ്രാക്ടീസ് ചെയ്തിരിക്കണം. ചിലർക്ക് സഭാകമ്പം, സ്റ്റേജ് ഫിയറൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ചും ഈ പബ്ലിക് കമ്മ്യൂണിക്കേഷനൊക്കെ വരുമ്പം. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷണലിസം ഉണ്ടാവില്ല, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ. പക്ഷെ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതൊക്കെ മാറിപ്പോകുന്നത്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുക. അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആദ്യം സ്മോൾ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കുക, പിന്നെ ആ ഗ്രൂപ്പ് നമുക്ക് വലുതായി പിന്നെ നമുക്ക് പബ്ലിക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ടെൻഷനോ ഒരു പേടിയോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം വെർബൽ കമ്മ്യൂണിക്കേഷൻ 4 ലെവലിലാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി അല്ലേ. ഇനി ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ചും നമ്മളുടെ ഇൻട്രാപേഴ്സണലായാലും ഇൻ്റർപേഴ്സണലായാലും സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിലായാലും പബ്ലിക് കമ്മ്യൂണിക്കേഷനിലായാലും നമ്മളുടെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് എലമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ സ്വയം ഉള്ളിൽ സംസാരിക്കുമ്പോഴും മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഇത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഇത് നമ്മുടെ സ്പീച്ചിലും അതുപോലെ സ്പീച്ചിലുമാണ് വരിക വോയിസ്. ഓക്കെ, മറ്റ് ഗ്രാമറും വൊക്കാബുലറിയൊക്കെ റിട്ടേണിൽ വരുന്നത്. റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ ഗ്രാമറും വൊക്കാബുലറിയാണ് വരിക, ലാംഗ്വേജും വരും. പക്ഷേ നമ്മൾ സ്പീച്ചിൽ വരുമ്പോൾ വോയിസും ലാംഗ്വേജും വൊക്കാബുലറിയും ഗ്രാമറൊക്കെ വരും. അപ്പോൾ അതിൽ നമ്മൾ വോയിസിൽ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസിൻ്റെ ടോൺ, അതുപോലെ തന്നെ നമ്മുടെ വോയിസിൻ്റെ സ്പീഡ്, പിന്നെ നമ്മുടെ വോയിസിൻ്റെ വോള്യൂം. വോയിസിൻ്റെ ടോൺ എന്ന് വെച്ചാൽ ഹൈ പിച്ച് ലോ പിച്ച് അല്ലേ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഹൈ പിച്ചിലും ലോ പിച്ചിലും സംസാരിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഇൻട്രാപേഴ്സണലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് മാത്രം കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോണ് കുറയ്ക്കാം, പിച്ച് കുറയ്ക്കാം. ഇൻട്രാപേഴ്സണലാകുമ്പോൾ നമുക്ക് പിച്ച് സ്വല്പം കൂട്ടാം. അതേസമയം നമ്മളുടെ സ്മോൾ ഗ്രൂപ്പിലും പബ്ലിക് കമ്മ്യൂണിക്കേഷനിൽ വരുമ്പോൾ നമ്മുടെ പിച്ച് ഹൈ പിച്ചായിരിക്കണം അല്ലേ. നമ്മൾ കാണാറില്ല പൊളിറ്റീഷ്യൻസൊക്കെ വലിയൊരു വേദിയുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എത്ര ഹൈ പിച്ചിലാണ് അവർ സംസാരിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഓരോ ആ ഒരു ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ടോൺ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അതാണ് ആദ്യം വോയിസ് ടോൺ. പിന്നെ വോയിസ് സ്പീഡ്, നമ്മൾ സംസാരിക്കുന്നതിന് സ്പീഡ് കൂട്ടണോ കുറയ്ക്കണോ, അത് ഇറ്റ് ഡിപ്പെൻസ് ഓഫ് ദ ടൈപ്പ്. ഇൻ്റർപേഴ്സണൽ ആണെങ്കിൽ നമുക്കൊരു പക്ഷേ വേഗം വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൻട്രാപേഴ്സണലും സ്മോൾ ഗ്രൂപ്പിലും പബ്ലിക്കിലൊക്കെ നമ്മൾ
സ്പീഡ് ഒരു മോഡറേറ്റ് സ്പീഡിൽ പോകുന്നതാണ് നല്ലത്. പെട്ടെന്ന് ചടപടേന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. എന്നാൽ നമുക്ക് ഇൻട്രാപേഴ്സണലിൽ നമുക്ക് വേണമെങ്കിൽ ചടപടേന്ന് പറയാം അല്ലേ. ചില ആൾക്കാർ ആത്മകഥം പറയും, വളരെ ഫാസ്റ്റായിട്ടാണ് പറയുക, അത് നമുക്ക് മാത്രം മനസ്സിലായാൽ മതി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കൂട്ടാം. പക്ഷേ നമ്മൾ ഇൻ്റർപേഴ്സണലിലും സ്മോൾ ഗ്രൂപ്പിലും പബ്ലിക് കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സ്പീഡ് എപ്പോഴും മോഡറേറ്റ് സ്പീഡാണ് നല്ലത്. പിന്നെ നമ്മുടെ വോയിസിൻ്റെ വോള്യൂം, നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വോള്യൂം ചില സാഹചര്യങ്ങളിൽ കുറയും, ചില സാഹചര്യങ്ങളിൽ കൂടും അല്ലേ. അപ്പം ആ രീതിയിൽ ആ കൂട്ടിയും കുറയ്ക്കുന്ന പ്രവണത, ചില കാര്യങ്ങൾ നമ്മൾ നോർമലായിട്ട് പറയേണ്ടത് നമ്മൾ നോർമൽ വോള്യത്തിൽ പറയും, ചില കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രെസ് ചെയ്യേണ്ടതാണെങ്കിൽ ഉച്ചത്തിൽ പറയും. അപ്പം വേണ്ടത്ര വോള്യൂം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ വോയിസ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ വോയിസിൻ്റെ ടോൺ, വോയിസിൻ്റെ സ്പീഡ്, വോയിസിൻ്റെ വോള്യൂം ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ദെൻ നമ്മുടെ വൊക്കാബുലറി, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ. കടിച്ചാൽ വാക്കുകളൊക്കെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എനിക്ക് പോകും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമർ, വ്യാകരണം ശരിയായിരിക്കണം. വ്യാകരണം ശരിയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. വോയിസിന് എലമെൻറ്റ്സ് ഉണ്ട്, ലാംഗ്വേജിന് പ്രാധാന്യമുണ്ട്, വൊക്കാബുലറിക്ക് പ്രാധാന്യമുണ്ട്, ഗ്രാമറിനും പ്രാധാന്യമുണ്ട്. ഓക്കെ. സോ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ റിട്ടേണിലാകുമ്പോൾ ലാംഗ്വേജ്, വൊക്കാബുലറി, ഗ്രാമർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. സ്പോക്കൺ ആണെങ്കിൽ അവിടെ നമ്മൾ വോയിസും കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ. സോ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ. നമ്മൾ ഇനി നമ്മളുടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നമ്മൾ ഉചിതമായിട്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ആദ്യം വരുന്നത് നമ്മുടെ മീഡിയമാണ്. മീഡിയം ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിക്കേഷൻ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണോ പബ്ലിക് കമ്മ്യൂണിക്കേഷനാണോ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആവുക. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐ കോണ്ടാക്ട്സ് വെക്കണം, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഫോം ചെയ്യണം, നമ്മൾ ബോഡി മാനറിസം, നമ്മൾ ബോഡി കാര്യങ്ങളൊക്കെ, ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കണം. അതേസമയം നമ്മുടെ പബ്ലിക് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഐ കോണ്ടാക്ട്സ് വെക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മളെല്ലാവരും നോക്കിക്കാണണം അല്ലേ. ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്കുണ്ടെങ്കിലും മറ്റുള്ളവരെ എങ്ങനെയാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും, എങ്കിലും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ്റെ മീഡിയം ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ആണോ അല്ലെങ്കിൽ പബ്ലിക് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർഡ് ആവാം. അതാണ് മീഡിയം. ഇനി സെക്കൻഡ് വൺ, ദറ്റ് ഈസ് സൗണ്ട്. അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് വേർഡ്സിന് പകരം ചില സൗണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവാൻ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, അപ്പം നിങ്ങളത് സമ്മതിക്കുകയാണ്. അപ്പം നിങ്ങളെന്താ പറയുക, ഓക്കെ ഓക്കെ സർ, യെസ്, ആ ഓക്കെ അല്ലേ. അപ്പം ചിലർ പറയും ആ ഓക്കെ, ആ ഒരു സൗണ്ടാണ് അതിനിടയ്ക്ക് അല്ലേ. അപ്പോൾ ആ സൗണ്ട് വരുമ്പോൾ എന്താണ്, നിങ്ങളത് കുറേ കൂടി ഉൾക്കൊണ്ടു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ചിലരെന്തുണ്ടാവും, ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ യെസ് എന്നോ ഓക്കെ ഒന്നും പറയാതെ അവർ അല്ലേ. അപ്പം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് ചിലപ്പോൾ അത് അത്ര ഇഷ്ടമായിട്ടുണ്ടാവില്ല. അതേസമയം അതിൽ രണ്ട് മീനിങ് ഉണ്ട്. ചിലപ്പോൾ അവർക്കത് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അപ്പം പല സമയത്തും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല സൗണ്ട്സും എക്സ്പ്രസ് ചെയ്യാം. ആ സൗണ്ട്സിലൂടെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സെൻസ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഓ അല്ലേ. ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് അയ്യോ ഓ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭീതിയാണ് ഉണ്ടാകുന്നത് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്സൈറ്റ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെ നമുക്കെന്താ പല സൗണ്ട്സും റീപ്ലേസ് ചെയ്യാം വേർഡ്സിന് പകരം. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ കുറേ കൂടി ഇഫക്റ്റീവ് ആക്കും. പിന്നെ ലാംഗ്വേജ്,
ലാംഗ്വേജ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലാങ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ മലയാളം തന്നെ എടുക്കുവാണെങ്കിൽ തൃശ്ശൂർ സ്ലാങ് അല്ല തിരുവനന്തപുരത്തുള്ള സ്ലാങ്, കാലിക്കറ്റിലുള്ള സ്ലാങ് അല്ല കാസർഗോഡുള്ളത് അല്ലേ. ഒരു ന്യൂസ് വായിക്കുന്നത് ഇത് തൃശ്ശൂർക്കാരനാണെങ്കിൽ എങ്ങനെയായിരിക്കും, കാസർഗോഡുകാരനാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് ആ സ്ലാങ്ങിൽ നമ്മൾ തമാശയായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നോർമലി ഒരു ഒരു ചാനലിൽ ന്യൂസ് വായിക്കുമ്പോൾ അവരെന്താ ഈ പറയുന്ന എല്ലാ ജില്ലകളിലുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു നോർമൽ സ്ലാങ്ങിലാണ് അവർ ന്യൂസ് വായിക്കുക. അവരും പല ജില്ലകളിൽ പെടുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ എങ്കിലും ആ ഒരു വേ ഓഫ് ടോക്കിംഗ്, ആ ലാംഗ്വേജ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എറ്റിക്വിറ്റ്, നമ്മളുടെ സംസാരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ബിഹേവിയർ, നമ്മുടെ മാനറിസമൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ മാനേഴ്സ് എങ്ങനെ കീപ്പ് ചെയ്യുന്നു, നമ്മുടെ ജസ്റ്റേഴ്സ് നമ്മളെങ്ങനെ ഫോം ചെയ്യുന്നു, ഇതൊക്കെ ആ എറ്റിക്വിറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് കൂടാതെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ 3 കമ്പണൻസ് ഉണ്ട് അല്ലേ. ഇത് പ്രത്യേകിച്ച് നമ്മളുടെ സ്പോക്കൺ കമ്മ്യൂണിക്കേഷനിലാണ് വരിക. റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ അതിൽ വെർബൽ കമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്പോക്കൺ കമ്മ്യൂണിക്കേഷനിലാണ് ഈ 3 കമ്പണൻസ് വരുന്നത്: വെർബൽ കമ്പണൻറ്റ്, നോൺ വെർബൽ കമ്പണൻറ്റ് ആൻഡ് പാരാ വെർബൽ കമ്പണൻറ്റ്. ഓക്കെ, വെർബൽ കമ്പണൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ, വേർഡ്സ്, അത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ മെസ്സേജിൻ്റെ കണ്ടൻറ്റ് എന്ത്, ഇതൊക്കെയാണ് നമ്മളുടെ വെർബൽ കമ്പണൻറ്റിൽ വരുന്നത്. അത് എത്ര ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നു. ഇനി നോൺ വെർബൽ കമ്പണൻറ്റിൽ പറയുന്നത് നമ്മളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ശരിക്കും സൈക്കോളജിക്കലി പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് നല്ലതായിരിക്കുമ്പോൾ. അതായത് ഇപ്പം നമ്മൾ ഒരു ഇൻ്റർപേഴ്സണലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിലോ സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജും അവിടെ സംസാരിക്കുന്നുണ്ട്. വിത്തൗട്ട് ബോഡി ലാംഗ്വേജ് വി കനോട്ട് മേക്ക് എൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അനങ്ങാതെയും ചലിക്കാതെയും ജസ്റ്റ് ഇങ്ങനെ വെറുതെ വായ മാത്രം തുറന്ന് സംസാരിച്ചാൽ ദാറ്റ് ഡസൻറ്റ് ബിക്കംസ് എൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ജസ്റ്റേഴ്സ് ഉണ്ടാവണം അല്ലേ, നമ്മുടെ ഐസ് കോണ്ടാക്റ്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മുടെ ഹാൻഡ്സിൻ്റെ ജസ്റ്റേഴ്സ്, ലെഗ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ബോഡിയുടെ പോസ്ചർ, ഇതെല്ലാം ബോഡി ലാംഗ്വേജിൽ വരുന്നതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്കേഷനിൽ 80% കോൺട്രിബ്യൂഷനാണ് ബോഡി ലാംഗ്വേജിന് വരുന്നത്, 20% നമ്മുടെ സ്പീച്ചിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബോഡി ലാംഗ്വേജ് നമ്മൾ ഇഫക്റ്റീവ് ആക്കണം അല്ലേ. നമ്മളൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ നിന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹാൻഡ്സിൻ്റെ ജസ്റ്റേഴ്സ് അതനുസരിച്ച് ഫോം ചെയ്യും. അപ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യം അവിടെ ഇഫക്റ്റീവ് ആവുള്ളൂ. അല്ലാതെ ഞാൻ അനങ്ങാതെ ഒരു പ്രതിമയെ പോലെ അനങ്ങാതെ നിന്നുകൊണ്ട് വെറുതെ വാ മാത്രം തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ് ഡസൻറ്റ് ബിക്കംസ് ഇഫക്റ്റീവ്. ഓക്കെ, സോ അതാ പറയുന്നത് നോൺ വെർബൽ കമ്പണൻറ്റ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിന് ഇഫക്റ്റീവ് ആവാനായിട്ട് വേണ്ട ഒരു കാര്യമാണ്. പിന്നെ പാരാവെർബൽ എന്ന് വെച്ചാൽ നമ്മുടെ വോയിസ് മാനേജ്മെൻറ്റ്. അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ, നമ്മുടെ വോയിസിൻ്റെ ടോണ്, അതുപോലെ വോയിസിൻ്റെ സ്പീഡ്, വോയിസിൻ്റെ വോള്യൂം, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ 3 കമ്പണൻസും നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ കമ്പണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കണ്ടു. ഹോപ്പ് നമുക്കിപ്പം റിട്ടേൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും അതുപോലെ തന്നെ സ്പോക്കൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി നമ്മൾ പ്രൊഫഷണലായിട്ട് പ്രസൻറ്റേഷൻസ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രസൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ്. ഒരു ബിസിനസ് റിപ്പോർട്ടോ ഒരു ബിസിനസ് പ്ലാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രപ്പോസലോ എന്തുമായിക്കോട്ടെ, നമ്മളതൊരു പ്രൊഫഷണൽ വേയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അനിവാര്യമാണ്. കാരണം അത് ശ്രദ്ധിക്കുമ്പോഴാണ് ആ പ്രസൻറ്റേഷന് ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ നമുക്ക് നോക്കാനുള്ളത്? ഒരു നല്ല പ്രസൻറ്റേഷന് ഇഫക്റ്റീവ് ആവണമെങ്കിൽ
കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രസൻറ്റേഷൻ, നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന പ്രസൻറ്റേഷൻ, അത് നമ്മളുടെ ഓഡിയൻസിനെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അവരിൽ നമുക്കൊരു പാഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ. പിന്നെ നമ്മളുടെ ആ പ്രസൻറ്റേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഏത് ഓഡിയൻസിനാണോ നമ്മളത് കൊടുക്കാൻ പോകുന്നത് അവരുടെ നീഡ്സിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ആ പ്രസൻറ്റേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കോർ മെസ്സേജസ് ആണ് കാണിക്കേണ്ടത്. അതും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. ഓക്കെ. ഇനി ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സ്മോൾ ഗ്രൂപ്പിന് മുമ്പാകെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പബ്ലിക്സിന് മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് എപ്പോഴും മിക്കവാറും ഒരു സ്മോൾ ഗ്രൂപ്പിന് മുമ്പിലായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് ഐ കോണ്ടാക്ട്സ് ഫോം ചെയ്യാം. 10, 15, 20 പേരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ഐ കോണ്ടാക്ട്സ് ഫോം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. എല്ലാവരുടെ കണ്ണുകളിലും മാറി മാറി നോക്കുക. അപ്പോൾ എന്തായി, അവർക്ക് നമ്മളോടുള്ള അറ്റൻഷൻ കൂടും. അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസിൽ ഒരു പ്ലസൻറ്റ്നെസ്, ഒരു സ്മൈൽ ഉണ്ടാവണം. ഓക്കെ. സോ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കണം. എന്താണ് ഈ സ്ട്രോങ് ആയിട്ടെന്ന് പറയുന്നത്? സ്ട്രോങ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എൻതൂസിയാസ്റ്റിക്കായിട്ട് ചെയ്യണം, വളരെ എനർജറ്റിക്കായിട്ട് നമ്മൾ ചെയ്യണം, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇത് കൂടാതെ നമ്മളുടെ സ്ലൈഡ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്ലൈഡ് ഷോയിൻ്റെ ഒരു റൂളുണ്ട്. ഇത് കുറേ കാലം മുന്നേ ഉണ്ടായ റൂളാണ്. ആ റൂൾ ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 10-20-30 റൂളാണ്. അതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 10-20-30 റൂൾ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 10 സ്ലൈഡെങ്കിലും നമ്മൾ ആ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നമ്പർ 1 റൂൾ. നമ്പർ 2 റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാസ്റ്റ് നമ്മളുടെ പ്രസൻറ്റേഷൻ കൺക്ലൂഡ് ചെയ്യുന്ന സ്ലൈഡിൽ വി ഷുഡ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ്. അതാണ് റൂൾ 2. ഇനി റൂൾ 3 എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സ്ലൈഡിലും അതിൻ്റെ ഫോണ്ട് സൈസ് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 30 പോയിൻറ്റ്സ്. ഇതാണ് റൂൾ 3. അപ്പോൾ 10-20-30 റൂൾ ഇതാണ് പറയുന്നത്. ഇത്രയും വലിയ ഫോണ്ട് 30 സൈസ് ഫോണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു വലിയ സെമിനാർ ഹാളിലോ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ ആയിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ വളരെ അകലിൽ നിന്നും വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഫോണ്ട് സൈസൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മളുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നമുക്ക് അത്രയും വലിയ ഫോണ്ട് സൈസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ ഈ സ്ലൈഡ്സൊക്കെ കാണുന്നത് മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് അത്ര വലിയ ഫോണ്ട് സൈസ് വരുന്നില്ല. അപ്പോൾ ഈ 10-20-30 റൂൾസൊന്നും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമില്ല. പക്ഷേ ഒരു ബിസിനസ് കോൺഫറൻസിലൊക്കെ നമുക്ക് ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ അതൊരു പ്രൊഫഷണൽ വേ ആയിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ആ സ്ലൈഡുകൾ ഡിസൈനിങ് നമ്മൾ നോക്കുമ്പോൾ സ്ലൈഡുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ 10-20-30 റൂൾസ് പറഞ്ഞു. പിന്നെ നമ്മൾ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിന് റിലേറ്റഡായിട്ട് നമ്മൾ ഓരോ സ്ലൈഡിൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻസോ സ്റ്റോറീസൊക്കെ നമുക്ക് പറയുന്നതിൽ തെറ്റില്ല. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഓരോ സ്ലൈഡിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിസൈൻ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റണം. ആ ഇംപ്രഷനിൽ ആ ഓഡിയൻസിന് നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം, നമ്മളിൽ ശ്രദ്ധ ഉണ്ടാവണം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവേണം നമ്മൾ ആ സ്ലൈഡിൻ്റെ ഡിസൈൻ തയ്യാറാക്കാനായിട്ട്. ഓക്കെ. അതായത് ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റണം, ഓഡിയൻസിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റണം, അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഡിസൈൻ. അതിപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള ഡിസൈൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൊണ്ടൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം.
അത് അപ് ടു അസ്. നമുക്കത് നമ്മളുടെ ഓഡിയൻസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് തീരുമാനിക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ പ്രസൻറ്റേഷനിൽ ശ്രദ്ധിക്കണം. ഇനി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മളുടെ പ്രൊഫഷണൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് സ്ലൈഡുകൾ അതിന് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതുപോലെ സ്ലൈഡ് നമ്മൾ ഓരോന്നും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇനി പൊതുവായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 10 ടിപ്സാണ് നമ്മളുടെ പ്രൊഫഷണൽ പ്രസൻറ്റേഷനെ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ആ 10 ടിപ്സ് എന്തൊക്കെയാണ്? അപ്പോൾ അങ്ങനെ നമ്മൾ ആ 10 ടിപ്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്ലൈഡിൻ്റെ കമ്പോസിങ് ആണ്. ഓരോ സ്ലൈഡിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന മാറ്റേഴ്സ്. വെറുതെ നമ്മൾ പല സോഴ്സിൽ നിന്നും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യരുത്. അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. നമ്മൾ സ്ലൈഡിൽ വെറുതെ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്നും വേറെ ഡോക്യുമെൻറ്റ്സിൽ നിന്നും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യരുത്. നമ്മൾ അതിലേക്ക് വേണ്ടി തന്നെ പുതിയതായി പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നമ്മുടെ കട്ട് ആൻഡ് പേസ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് ഒരു സ്ലൈഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ടോട്ടലി ഒരു മെസ്സ്, ഒരു അവിയൽ പരുമായിരിക്കും. നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഓരോ സ്ലൈഡിലും എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ പല സോഴ്സിൽ നിന്ന് നമുക്ക് എടുക്കാം. പക്ഷെ അത് ഫ്രഷായിട്ട് നമ്മൾ ആ സ്ലൈഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒരു കൺസിസ്റ്റൻറ്റ് ലുക്ക് ഉണ്ടാവണം. ഓരോ സ്ലൈഡിനും ഒരു ഫ്ലോ ഉണ്ടാവണം. കൺസിസ്റ്റൻറ്റ് ലുക്ക്, ഒരു സ്ഥിരത. ഒരു സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു കണക്ടിവിറ്റി ഇല്ലാതെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു കൺസിസ്റ്റൻസി ആവില്ല. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം സ്ലൈഡിൽ കാര്യങ്ങൾ നമ്മൾ കമ്പോസ് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല, എസെൻഷ്യൽ ആയിട്ടുള്ള കീ ഫാക്ടേഴ്സ് നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്യും വേണം. ഓക്കെ, നമുക്ക് ഒരു നിയമമൊന്നുമില്ല. ഇപ്പം ഈ ഡിസൈന്, പ്രത്യേകിച്ചും സ്ലൈഡ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആ സ്ലൈഡിൻ്റെ ലേ ഔട്ട് ഡിസൈന് ഇന്നത് യൂസ് ചെയ്യാൻ പാടുള്ള നിയമമൊന്നുമില്ല. പക്ഷേ നമുക്ക് തീരുമാനിക്കാം. ഇപ്പം നമ്മളുടെ MS PowerPointൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം നമുക്കത് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ ആയാലും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. സോ ചോയ്സസ് ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ഓഡിയൻസിന് അതിന് ഓഡിയൻസിന് അപ്ലിക്കബിൾ, അത് അവർക്ക് വളരെ യോജിച്ച രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ കമ്പോസിങ്ങിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അത് ആദ്യത്തെ ടിപ്പാണ്. രണ്ടാമത്തെ ടിപ്പ് എന്താണ്? കൺസിസ്റ്റൻസി. ഒരു സ്ഥിരത ഉണ്ടാവണം. എന്താണ് ഈ സ്ഥിരത ഉദ്ദേശിച്ചത്? ഫോണ്ട് സൈസുകൾ, പ്രത്യേകിച്ച് നമ്മൾ 10, 20, 30 റൂളിൽ പറഞ്ഞു. എന്താണ്? ഫോണ്ട് സൈസ് ഷുഡ് നോട്ട് ബിലോ ദാൻ 30. 30 താഴെ പോരുതെന്ന് പറഞ്ഞു. അതിന് മുകളിലേക്ക് പോവാം. അപ്പം ഹെഡിങ്സ് എത്ര സൈസിൽ, അതിൻ്റെ ഇന്നർ ടെക്സ്റ്റ് എത്ര സൈസ്, ഫോണ്ട് സൈസ് നമ്മൾ തീരുമാനിച്ചാൽ അതേ സൈസുകൾ തന്നെ എല്ലാ സ്ലൈഡിലും നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഏത് ഫോണ്ട് ടൈപ്പാണ്, ഇപ്പോൾ ടൈംസ് ന്യൂ റൊമാൻ അല്ലെങ്കിൽ ഏരിയൽ അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏത് ഫോണ്ട് ടൈപ്പാണോ അതേ ഫോണ്ട് ടൈപ്പ് തന്നെ നമ്മൾ എന്താണ് റെഗുലറായിട്ട് എല്ലാ സ്ലൈഡിലും യൂസ് ചെയ്യുക. അപ്പോൾ ഒരു സ്ലൈഡിൽ ഒരു ഫോണ്ട് ടൈപ്പും പിന്നത്തെ ഒരു സ്ലൈഡിൽ വേറൊരു ഫോണ്ട് ടൈപ്പൊക്കെ ആണെങ്കിൽ ടോട്ടലി ഒരു മെസ്സാവും. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ടെംപ്ലേറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയമായിട്ടൊരു ഡിസൈൻ ഉണ്ടാക്കുക. നമ്മൾ ചൂസ് ചെയ്യുന്ന ഫോണ്ടിൻ്റെ സൈസ് എല്ലാ സ്ലൈഡിലും ഒരേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഏത് ഫോണ്ട് ടൈപ്പാണെങ്കിൽ അതേ ഫോണ്ട് ടൈപ്പ് തന്നെ എല്ലാ സ്ലൈഡ്സിലും ഫോളോ ചെയ്യുക. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി, ഒരു തുടർച്ച അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ടിപ്സിൽ 2 ടിപ്സ് കണ്ടു. ഇനി ബാക്കിയുള്ള ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് പറയുന്നത് കോൺട്രാസ്റ്റാണ്. നമ്മുടെ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന വേർഡ്സും തമ്മിലുള്ള കോൺട്രാസ്റ്റ്. ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആകുമ്പോൾ വേർഡ്സ് ലൈറ്റ് കളേഴ്സ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ വേർഡ്സ് ഡാർക്ക് കളർ ആയിരിക്കും. ഇതാണ് കോൺട്രാസ്റ്റിംഗ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഉചിതമായിട്ടുള്ളത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ടെക്സ്റ്റാണ്. കാരണം എത്ര ദൂരയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, വിസിബിൾ ആക്കാം. ഇപ്പം കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് ബ്ലൂ, എന്നിട്ട് അതിൽ ബ്ലാക്കൊക്കെ കൊടുക്കാം, ബ്ലാക്ക് ഫോണ്ട് കളറൊക്കെ കൊടുക്കാം. പക്ഷേ അകലെ നിന്ന് നോക്കുമ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വിത്ത് ബ്ലാക്ക് വേർഡ്സ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുടേതായിട്ടുള്ള ചില ചോയ്സസ് യൂസ് ചെയ്യാം. അതിന് നമ്മൾ ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതാണ്. ഓക്കെ, സോ അതാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബ്രില്യൻസ്. നമ്മൾ ഓരോ സ്ലൈഡിലും പ്രസൻറ്റ് ചെയ്യുന്ന വളരെ കോർ പോയിൻറ്റ്സ്, കീ എലമെൻറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, രസകരമായിട്ടുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാം. രസകരമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വേർഡ് വേണമെങ്കിൽ വേറൊരു കളറിൽ കൊടുക്കാം. എന്ന് വെച്ചിട്ട് പല ഡിഫറെൻറ്റ് കളേഴ്സിലേക്ക് വരുന്നത്, ഹൈലൈറ്റ് ചെയ്യുന്നതൊക്കെ ഒരു പർട്ടിക്കുലർ കളറിൽ മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ അവർക്കത് ആ ഒരു കണ്ടിന്യൂഷനിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മളെ ബ്രില്യൻസ് ഉപയോഗിച്ച് ഹൈലൈറ്റിംഗ് നമുക്ക് ഏത് രീതിയിൽ വേണം എന്നുള്ളത് ചെയ്യാം. ഇനി അഞ്ചാമത്തെ ഒരു ടിപ്പ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന് ഷോർട്ടായിട്ട് കിസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. KISS, കിസ്. കിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ്പ് ഇറ്റ് സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ. കീപ്പ് ഇറ്റ് സ്ട്രെയിറ്റ് ആൻഡ് സിമ്പിൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോ സ്ലൈഡിലും ഉൾക്കൊണ്ടിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ കീ പോയിൻറ്റ്സ്, കീ വേർഡ്സ് ആണ് ഫുൾ സെൻറ്റൻസ് അതിൽ പറയേണ്ടത്. അതിൽ ഫുൾ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം പറയുക. എന്നിട്ട് ആ സ്ലൈഡ് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ലൈഡിലുള്ള എല്ലാ ലൈൻസും ഇങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിലുള്ള കണ്ടൻറ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ എക്സ്പ്ലനേഷനിൽ വിഷ്വലൈസേഷനാണ് കൊടുക്കേണ്ടത്. ആ കണ്ടൻറ്റിനെ കുറിച്ചുള്ള വിഷ്വലൈസേഷൻ അത് എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടോ ഒരു സ്റ്റോറി ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ആ രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രസൻറ്റേഷനിലുള്ള കാര്യങ്ങൾ ഓഡിയൻസ് വായിക്കുമ്പോൾ നമ്മളുടെ ആ പ്രസൻറ്റേഷനിലുള്ള സ്പോക്കൺ കമ്മ്യൂണിക്കേഷനിലൂടെ കിട്ടുന്ന വിഷ്വലൈസേഷൻ കൂടി ചേരുമ്പോൾ ആ പ്രസൻറ്റേഷൻ ഇഫക്റ്റീവ് ആവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ സ്ലൈഡിൽ കാണുന്ന കീ എലമെൻറ്റ്സ്, കീ വേർഡ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക വിത്ത് റെലവൻറ്റ് ഇൻസ്റ്റൻസ് ഓർ സ്റ്റോറീസ്. അപ്പോഴാണ് നമ്മളുടെ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ നമുക്കവിടെ പിടിച്ചു പറ്റാൻ പറ്റുന്നത്. ഓക്കെ, സോ അതാണ് അഞ്ചാമത്തെ ടിപ്പ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു 5 ടിപ്സും കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി ആറാമത്തെ ഒരു ടിപ്പാണ് ടേക്ക് ഹോം മെസ്സേജ്. എന്താണ് ടേക്ക് ഹോം മെസ്സേജ്? വൺസ് നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഒരു പർട്ടിക്കുലർ മെസ്സേജ്, ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് അവർ പ്രസൻറ്റേഷൻ അവരുടെ മൈൻഡിൽ കിട്ടിയിട്ടുണ്ടാവണം.
അതായിരിക്കണം അവരുടെ ലേണിംഗ്. നമ്മളുടെ ആ പ്രസൻറ്റേഷൻ്റെ ഒരു സമ്മറി അവരുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവണം. അതാണ് അവരുടെ പ്രസൻറ്റേഷൻ കഴിഞ്ഞ് അവരുടെ മനസ്സിൽ കൊണ്ടുപോവുക. അപ്പോൾ ആ രീതിയിൽ നമ്മളതെങ്ങനെ നമ്മുടെ പ്രസൻറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എങ്ങനെ നമ്മളുടെ ആ പ്രസൻറ്റേഷൻ കൺക്ലൂഡ് ചെയ്തു, എങ്ങനെ നമ്മൾ ആ പ്രസൻറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, അതിൽ എന്തൊക്കെ ഇൻസ്റ്റൻസസ് സ്റ്റോറീസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇതെല്ലാം അതിൽ സഹായിക്കുന്നതാണ്. അപ്പോൾ വൺസ് ഒരു പ്രസൻറ്റേഷൻ നടത്തി കഴിയുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് എപ്പോഴും അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് ഇൻഫർമേഷൻ അവിടെ മൈൻഡിൽ തങ്ങി നിൽക്കണം. ഈ പ്രസൻറ്റേഷൻ ഇന്ന രീതിയിലായിരുന്നു. അപ്പം ഒരു ബ്രീഫിങ്, ഒരു സമ്മറി അവരുടെ മനസ്സിൽ ഒറ്റ ഒരു സെൻറ്റൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റൊരു വേർഡിൽ അത് കിട്ടണം അവർക്ക്. അതാണ് നമ്മുടെ പ്രസൻറ്റേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ആ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൽ സ്ലൈഡ് കമ്പോസിഷനിലോ അല്ലെങ്കിൽ ഡിസൈനിലോ നമ്മളുടെ സ്പോക്കൺ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമുക്കതിന് വേണ്ട റെലവൻറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഓക്കെ, അതാണ് ടേക്ക് ഹോം മെസ്സേജ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി 7ാമത്തെ ടിപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ലൈഡ്സിൽ നമുക്ക് ചെറുതായിട്ടുള്ളതും ഉചിതമായിട്ടുള്ളതുമായിട്ടുള്ള ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് വെറുതെ ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇമേജസ് യൂസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതിനെ ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഇമേജ് ഉണ്ടാവുക. ഓക്കെ, സോ എവിടെയൊക്കെ ഏതൊക്കെ സ്ലൈഡിലാണോ നമുക്ക് ഒരു ഇമേജിൻ്റെ ആവശ്യകത കൂടി വരുന്നത് അവിടെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഇമേജ് യൂസ് ചെയ്യാം. അല്ലാതെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ചവറ് കിടക്കുന്ന കുറേ ഇമേജസ് ഇട്ടതുകൊണ്ട് നമ്മളുടെ പ്രസൻറ്റേഷൻ ഇംപ്രസീവ് ആവില്ല. സോ വി ക്യാൻ ആഡ് ഇമേജസ് അക്കോർഡിംഗ് ടു ദ റെലവൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഡോണ്ട് ബി സോ സിലി. അപ്പോൾ നമ്മൾ ഇമേജ് കൊണ്ട് ഇംപ്രസ് ചെയ്യുന്നത് പോലെ തന്നെ അനിമേഷൻസ് ആൻഡ് മീഡിയാസ് കൊണ്ട് നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതും ഒരു മിസ് ആയിട്ട് ഉപയോഗിക്കരുത്. ഓക്കെ, സോ എവിടേക്കാണ് അത് ആവശ്യം വരുന്നത് അവിടെ മാത്രം അത് ഇഫക്റ്റീവായിട്ട് അനിമേഷൻ ആയാലും ഇല്ലെങ്കിൽ മൾട്ടിമീഡിയ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഒരു മോഷൻ അനിമേഷനാണ്, ഇതൊക്കെ നമുക്ക് ഉചിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, സോ ഈ 3 ടിപ്പും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി 2 ടിപ്സും കൂടി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മളുടെ ഈ പ്രൊഫഷണൽ പ്രസൻറ്റേഷനിൽ ലാസ്റ്റ് 2 ടിപ്സും കൂടിയാണ് പറയുന്നത്. അത് 9th ടിപ്പ് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഓഡിയൻസിനെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്, എപ്പോഴാണ്. പിന്നെ നമ്മൾ റിയൽ പ്രസൻറ്റേഷൻ നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഒരു റിഹേഴ്സൽ നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ വൺസ് ഈ പ്രസൻറ്റേഷൻ എല്ലാം പ്രിപ്പയർ ചെയ്തൊക്കെ കഴിയുമ്പോൾ അതിനെ നമ്മൾ കമ്പൈൽ ചെയ്യും, ഒന്ന് ട്രയലായിട്ട് റൺ ചെയ്ത് നോക്കും. റൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ എക്സ്പ്ലനേഷന് നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞ് ഒന്ന് ട്രയൽ നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അവിടെ അനിവാര്യമായിട്ട് വരികയാണ്. ആ ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ ഓഡിയൻസ് അവർക്ക് ഇതിനെക്കുറിച്ച് എത്ര അറിയാം, അത് മാത്രമല്ല ഞാൻ എന്താണ് അവരോട് പറയാൻ പോകുന്നത്, അവരെന്താണ് എന്നിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുന്നത്, ഞാൻ എന്താണ് അവരെ ടീച്ച് ചെയ്യാൻ പോകുന്നത് ഈ പ്രസൻറ്റേഷനിലൂടെ.
അവരെ എൻ്റെ പ്രസൻറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻട്രാപേഴ്സണലി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിശകലനം ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് പല ഐഡിയാസും നമുക്ക് കിട്ടാം. ചിലപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനിൽ അതനുസരിച്ചുള്ള എഡിറ്റിംഗ് നമ്മൾ ചെയ്യും. അത് ചിലപ്പോൾ ഏതെങ്കിലും ടെക്സ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടോ ഇമേജുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടോ അനിമേഷനോ മീഡിയ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ആ ഒരു എഡിറ്റിംഗ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ രീതിയിൽ കമ്പൈൽ ചെയ്ത് എഡിറ്റ് ചെയ്യണം നമ്മുടെ പ്രസൻറ്റേഷൻ. ഓക്കെ. പിന്നെ ഫൈനലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ റിയൽ പ്രസൻറ്റേഷൻ നടത്തുന്നതിനൊക്കെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ആ ഒരു പ്രസൻറ്റേഷനിലേക്ക് പോണേക്ക് മുമ്പായിട്ട് നമ്മളുടെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളപ്പോൾ ഒരു കാര്യം നമ്മളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ അനലൈസ് ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന പ്രസൻറ്റേഷനിലെ സ്ലൈഡുകൾ എത്ര, ആ ഓരോ സ്ലൈഡിനെ കുറിച്ചുള്ള ഇൻ ആൻഡ് ഔട്ട് നമ്മൾ ഫുള്ളി ക്ലിയർ ആണോ, നമ്മളതിലെല്ലാം ഫുള്ളി കോൺഫിഡൻ്റ് ആണോ. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പ്രസൻറ്റേഷൻ സമയത്ത് വളരെ ഫ്രീ ആയിട്ട്, അല്ലേ, ഒരു ഡിസ്കംഫർട്ട്നെസ്സും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. വളരെ ക്ലിയർ ആയിട്ടും ലൗഡായിട്ടും നമ്മുടെ വോയിസ് ഓപ്പൺ ആവുന്ന രീതിയിൽ ലൗഡായിട്ട്. അപ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ ശ്രമിക്കും. വളരെ ക്ലിയർ ആയിട്ട് ലൗഡായിട്ട് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വോയിസിൻ്റെ ആ ഒരു വോള്യൂം നമ്മൾ ലോ ആക്കി കഴിയുമ്പോൾ ആ ലൗഡ്നെസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കോൺഫിഡൻസ് കുറയുക ചെയ്യുക. അപ്പോൾ നമ്മൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് കുറച്ചുകൂടി ലൗഡായിട്ടും ക്ലിയർ ആയിട്ടും സംസാരിക്കാം. പിന്നെ വളരെ സ്റ്റഡി ആയിട്ട് സംസാരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസിൻ്റെ സ്പീഡ് അത് ഒരു മോഡറേറ്റ് ലെവലിൽ കൊണ്ട് പോവുക. ഫാസ്റ്റ് ആവുന്നതിലും നല്ലത് മോഡറേറ്റ് ആയിട്ട് സ്ലോ ആയിട്ട് പോവുക. സ്മോൾ ഗ്രൂപ്പാണ് നമ്മൾ മുമ്പിലുള്ള ഓഡിയൻസ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ ആയിട്ട് നല്ല ഐ കോണ്ടാക്ട്സ് ഫോം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളുടെ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ. സോ എല്ലാവർക്കും ഇപ്പം ഒരു പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇനി ഹയർ സ്റ്റഡീസിലും അതുപോലെ നിങ്ങളുടെ വർക്ക് അറ്റ്മോസ്ഫിയറിലും നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായിരിക്കും. ഒരുപക്ഷെ ഇപ്പം നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നിങ്ങളുടെ ഭാവിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റിക്കളക്ട് ചെയ്യും. ഞാനിങ്ങനെ തേർഡ് സെമിസ്റ്ററിൽ ഇന്നൊരു സബ്ജക്റ്റിൽ ഇങ്ങനെ പ്രസൻറ്റേഷനെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നു എന്നുള്ളൊരു റിക്കളക്ഷൻ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് തിയറി മാത്രം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, ഇതിന് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി എടുക്കാം. ഓക്കെ. സോ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത നമ്മളുടെ സെഷൻ 4 നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ പ്രസൻറ്റേഷൻ ടൈമിലുള്ള നമ്മുടെ പോസ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ നമ്മളുടെ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻസിൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ. സോ ഇനിയിപ്പോൾ അടുത്ത സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ് ഈസ് ബൈ ആൻഡ് ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ. താങ്ക് യു.